DGP RSS കൂടിക്കാഴ്ച വിവാദത്തിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. ADGP നടപ്പാക്കിയത് മുഖ്യമന്ത്രിയുടെ അസൈൻമെന്റ് എന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. RSS നേതാക്കളെ കണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും സ്ഥാനമാറ്റമല്ലാതെ എന്ത് നടപടിയെടുത്തുവെന്നും ചോദ്യം. കുമാർ ചെയ്തിരുന്ന ജോലി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കലായിട്ടുള്ള അസൈൻമെന്റ്സ് ആണ് ചെയ്തിരുന്നത്. BJP നേതൃത്വവുമായിട്ടുള്ള ലിങ്കായിരുന്നു. സർ, അതിവിടെ വളരെ കൃത്യമല്ലേ? നിങ്ങളുടെ നേതാവ് അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അദ്ദേഹത്തിന്റെ കീഴിൽ വിശ്വസ്തനായി പ്രവർത്തിക്കുന്ന ഒരാൾ RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെയും RSS നേതാക്കന്മാരെയും തുടർച്ചയായി അവരുമായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളെപ്പോഴും തുടരല്ലേ? ജൂൺ 1-ാം തീയതി തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് 16 മാസം കഴിഞ്ഞിട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ആ അന്വേഷണത്തെ പ്രഹസനം എന്നല്ലാതെ ഞങ്ങൾ എന്ത് വിളിക്കും? LDF സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിനെ ചർച്ചയിൽ പങ്കെടുത്ത CPI പ്രതിനിധി E ചന്ദ്രശേഖരൻ വിമർശിച്ചു. ഗവൺമെന്റിന്റെ നയങ്ങൾക്ക്, ആ ഗവൺമെന്റിന്റെ സമീപനത്തിന് എതിരായ നിലപാട് ഏത് ഉദ്യോഗസ്ഥൻ സ്വീകരിച്ചാലും അത്തരം നിലപാടുകൾക്കെതിരെ കർക്കശമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കഴിയണം. അതിനുവേണ്ടിയുള്ള നിലപാടുകളാണ് ഈ കാലം അത്രയും ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനവും ഗവൺമെന്റും സ്വീകരിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്ത് കുട്ടി പാകിസ്ഥാൻ വേണോ എന്ന് ചോദിച്ചവരാണ് കോൺഗ്രസുകാരെന്ന് KT ജലീലിന്റെ പരാമർശത്തിൽ സഭയിൽ ബഹളമുണ്ടായി. മുന്നിലേക്ക് നോക്കൂ, പള്ളികൾ എവിടെ നോക്കിയാലും പള്ളികൾ. അങ്ങനെ പള്ളികളുള്ള ഒരു ജില്ല എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ ജനസംഘത്തിന്റെ കൂടെ നിന്ന് ഇനി എന്തിനൊരു പാകിസ്ഥാൻ എന്ന് ചോദിച്ചവരല്ലേ കോൺഗ്രസ്സുകാർ? ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി MB രാജേഷാണ് മറുപടി നൽകിയത്. ADGPയുടെ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചത് ഉചിതമായ നടപടിയെന്ന് മന്ത്രി വിശദീകരിച്ചു. സ്വന്തം അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് കൊടുത്ത ശേഷം ബഹളമുണ്ടാക്കി സഭ നിർത്തിവെപ്പിച്ച് തങ്ങൾ കൊടുത്ത നോട്ടീസിന് അതിനോടൊരു ഉത്തരവാദിത്വവും കാണിക്കാതെ ഇന്നലെ പ്രതിപക്ഷം പോയത് നമുക്കെല്ലാവർക്കും അറിയാം. മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ സഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം ഇന്ന് സർക്കാരിനെ കടന്നാക്രമിക്കുന്ന അല്ലെങ്കിൽ വലിയ പ്രതിഷേധമുയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ച, അതിലുള്ള മറുപടി കൊണ്ട് ADGP വിഷയത്തിലെങ്കിലും ഇനി ചർച്ചകളെ അവസാനിപ്പിക്കാൻ ഈ മറുപടികൾ തൃപ്തമാകുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അടിയന്തര പ്രമേയ ചർച്ച വിജയകരമായെന്ന് കരുതാനാവുമോ? കോവിലിന് നിയമസഭയിൽ ഒരു കൃത്യമായ മറുപടിയും സർക്കാർ പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതും PR വിവാദമായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ഇന്നലത്തെ പോലെ പ്രതിപക്ഷം ഒളിച്ചോടില്ലെന്ന് കരുതുമെന്ന് പറഞ്ഞ് പരിഹസിച്ചായിരുന്നു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട്. എന്നാൽ ചർച്ച ആരംഭിച്ച 12 മണിക്ക് മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നില്ല. പകരം സ്പീക്കർ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നടത്തി. മുഖ്യമന്ത്രിക്ക് പനിയും തൊണ്ടവേദനയും കാരണം വിശ്രമം നിർദ്ദേശിച്ചു ഡോക്ടർമാർ എന്നുള്ളതായിരുന്നു സ്പീക്കറുടെ അക്കാര്യത്തിലെ വിശദീകരണം. അതിനുശേഷം N ഷംസുദ്ദീൻ അടിയന്തര പ്രമേയത്തിലൂടെ ശക്തമായി സർക്കാരിനെ കടന്നാക്രമിച്ചു. RSS നേതാക്കളെ അജിത് കുമാർ കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവും ആവർത്തിച്ചു. ഇന്റലിജൻസ് റിപ്പോർട്ട് 2023 മെയ്യിൽ തന്നെ കിട്ടിയിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ചോദ്യമുയർത്തി. അഭിമുഖം നടക്കുന്നതിനിടെ ഒരാൾ വന്നുവെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിന് പ്രതിപക്ഷ നേതാവ് പരിഹസിക്കുകയും ചെയ്തു. എന്നാൽ ADGPയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി നൽകിയ മന്ത്രി MB രാജേഷ് കൃത്യമായ മറുപടിയല്ല നൽകിയത്. മാത്രവുമല്ല, VD സതീശൻ പറയുന്നത് പോലെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കണം, അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കണമെന്നും MB രാജേഷ് പറഞ്ഞു. ഈ PR വിവാദത്തിൽ ഹിന്ദു ദിനപത്രം നൽകിയ തെറ്റുതിരുത്തൽ വാചകത്തിൽ മാത്രം പിടിച്ചായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധവും. മാത്രമല്ല, RSS നേതാക്കളെ പ്രതിപക്ഷ നേതാവ് കണ്ടു എന്ന് പറഞ്ഞ് UDFനെതിരെ RSS ബന്ധം തിരിക്കാനും ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്. ശരി ഷഫീദ്, ഏതായാലും ഇന്ന് സഭയിലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടിയിൽ തൃപ്തരാകാതെ വീണ്ടും പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്.